ആ ഇവിടെയുള്ള വണ്ടിയാ. ബസ് തട്ടിയത്. ഇങ്ങോട്ട് കയറാൻ വേണ്ടി പുള്ളി ഇൻഡിക്കേറ്റർ ഇട്ടതാ. പക്ഷേ ബസ്സുകാർ നല്ല സ്പീഡിലായിരുന്നു. പ്രിയ കൂട്ടുകാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് പരിയാരം ഗവൺമെൻറ് UP സ്കൂളിന് മുന്നിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു വലിയൊരു ആക്സിഡന്റ് നടന്നു. ഭാഗ്യത്തിന് ആർക്കും ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ. സ്കൂളിലേക്ക് പിള്ളേരെയും കൊണ്ട് പോകാൻ വന്ന ഓട്ടോറിക്ഷയാണ്. അപ്പം ഇങ്ങോട്ട് കയറിയ വഴിക്ക് ബസ് KSRTC ബസ് വന്ന് തട്ടിയതാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഈ അപകടം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ബസ് അമിതമായ സ്പീഡിലായിരുന്നു, ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ KSRTCയിൽ അവരോട് ഞാൻ ചോദിച്ചപ്പോഴത്തേന് അവർ പറഞ്ഞ് ഓട്ടോറിക്ഷ ഇൻഡിക്കേറ്റർ ഇട്ടത് കണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്താണേലും ഇത്ര സംഭവിച്ചുള്ളൂ. പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായേനെ. ഇപ്പം ഈ കോട്ടയം നമ്മുടെ ഈ കറുകച്ചാൽ റൂട്ടിൽ ഇതുപോലെ ധാരാളം ബസ്സിന്റെ അമിത വേഗമെന്നും പറഞ്ഞ് ഒത്തിരി പേര് എന്നോട് പരാതി പറയുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 3:30 പരിയാരം സ്കൂളിന്റെ വാതിക്കലുണ്ടായ അപകടമാണ്. KSRTC ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ചതാണ്. വേറെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഈ കിടക്കുന്ന ഓട്ടോറിക്ഷയ്ക്കിട്ടാണ് KSRTC ഇടിച്ചത്. ഇങ്ങോട്ട് വണ്ടി ഉണ്ടാവും, ഒരു സൈഡ് മുഴുവൻ ഓട്ടോറിക്ഷയുടെ നല്ല പരിക്കാണ്. പരിയാരത്ത് തന്നെയുള്ള വണ്ടിയാണ്. ഈ സ്കൂളിലോട്ട് പിള്ളേരെ എടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സ്ത്രീ മാത്രമേ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഓട്ടോയുടെ ഡ്രൈവർ ഇടിയിൽ തന്നെ തെറിച്ച് വഴിയിലോട്ട് വീണു. അകത്തിരുന്ന സ്ത്രീയുടെ കമ്പിയിലിടിച്ച് നെറ്റിക്ക് കയറിയ മുറിവുണ്ട്. അവരെ മന്ദിര ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇതാണ് അപകടം ഉണ്ടാക്കിയ KSRTC മല്ലപ്പള്ളി ഡിപ്പോയിലെ വണ്ടിയാണ്. ഇതിൻ്റെ കണ്ടക്ടറും ഡ്രൈവറും ഇവിടെ തന്നെയുണ്ട്. ഈ സൈഡാണ് വണ്ടിയുടെ തട്ടിയത്, ഈ മൂലവശം. ഇവിടം തട്ടിയാണ് ഓട്ടോറിക്ഷ തെറിച്ചു പോയത്. ഇവിടെ അടിച്ചല്ലേ വണ്ടി? അവർക്ക് പരിക്ക് വല്ല ഉണ്ട് കേട്ടോ. അവരുടെ മൂക്കിലൂടെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അവര് നമ്മളെ വിളിച്ചപ്പോ അവർ മുകളിലോട്ട് നടന്നു. ഇതെങ്ങനെയാ ശരിക്കും സംഭവിച്ചത്? ഈ ഓട്ടോ ഇങ്ങോട്ട് തിരിയാൻ വേണ്ടി പുള്ളി സൈഡ് ഒതുക്കി അപ്പൊ നമ്മൾ അപ്പുറത്തൂടെ കയറായിരുന്നു. പക്ഷെ പുള്ളി നമ്മളെ കൂടെ തന്നെ ഇൻഡിക്കേറ്റർ വണ്ടി പെട്ടെന്ന് കൈ എടുത്തിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കണ്ടില്ല. വണ്ടി നല്ല ഇപ്പുറത്തായി കേട്ടോ. നമ്മള് നല്ല സ്ഥലമുണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു കയറി. പക്ഷെ പുള്ളി നമ്മളെ കൂടെ വന്നു. അങ്ങനെ നമ്മളെ ആട്ടോടെ ഈ സൈഡിലാണ് ഇടിച്ചത്. നമ്മൾ പുള്ളി അങ്ങ് കയറി അവര് പോകാൻ വേണ്ടി, നമുക്ക് പോകാൻ വേണ്ടി. പുള്ളി സംഭവം നമ്മളെ കൂടെ ഇങ്ങനെ വന്നു. പക്ഷെ നമ്മള് വണ്ടി തട്ടിയപ്പോഴേക്കും ഇപ്പുറ സൈഡിലെത്തി. കാരണം വണ്ടി നമ്മൾ അത്രയും ഒഴിച്ചു കൊടുത്തു. ആട്ടോരെ ബാക്കിൽ ഒരിടത്ത് ഇടിച്ചുള്ളൂ. പക്ഷെ പുള്ളി വണ്ടിയിൽ നിന്ന് ചാടിയതാണോ തെറിച്ച് വീണതാണോ? ആട്ടോരെ ശകല വണ്ടി തട്ടിയിട്ടുള്ളൂ. പക്ഷെ വണ്ടി നേരെ വന്ന് ഇവിടെ ഇടിച്ചപ്പോഴാണ് സ്ത്രീയുടെ മൂക്ക് ഫ്രണ്ട് കമ്പിയിലെന്തോ. ഏതായാലും പിള്ളേരൊന്നും ഇല്ലാഞ്ഞ വലിയ ഇങ്ങനെ ഒതുക്കുമ്പോ നമ്മള് വിശ്വസിക്കാൻ പാടില്ല. ഒരു ഡിപ്പോയിലോട്ട് പോവാണ്. നമ്മൾ തിരിച്ച് കോട്ടയത്തെ ഉണ്ട്. മല്ലപ്പള്ളി ഡിപ്പോയിലുണ്ട്.